ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനി ധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. सरकार डिस्कशन चाहते हैं पार्लियामेंट में और ऑपोजिशन भाग रहे हैं. ये कल्पना करना मुश्किल है क्योंकि पार्लियामेंट्री डेमोक्रेसी में ऑपोजिशन पार्टी डिस्कशन के लिए डिमांड करते हैं और सरकार जवाब देते हैं. यहाँ तो सरकार खुद ही कह रहे हैं कि हम डिस्कशन करेंगे, जवाब देंगे, और ऑपोजिशन जवाब सुनना नहीं चाहते और भाग रहे हैं. ऐसा परिस्थिति आप कल्पना कर सकते हैं? लोकतंत्र के लिए ठीक नहीं है. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നതാണ് ആത്മകഥയുടെ പേര്. ശ്രീ രാംനാഥ് കോവിന്ദിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും യുവതലമുറയോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള മുന്നേറ്റത്തിന് ബഹിരാകാശം, പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വളർച്ച ഊർജ്ജമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ $60 ട്രില്യൺ GDP-ക്കുള്ള 38 വികസിത രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു. भारत के 2014 के पहले किए गए सभी FTAs को मिला लें तो मात्र $10 ट्रिलियन की इकोनॉमी उससे कवर होती थी. जो 9 फ्री ट्रेड एग्रीमेंट मोदी जी के नेतृत्व में गत 4 वर्षों में 38 देशों के साथ हुए हैं, वो $60 ट्रिलियन के GDP को प्रभावित करते हैं. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 4 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന ഓഷ്യൻ ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി 8ാമത് ബ്രിക്സ് പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ യോഗത്തിൽ സമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19ാം ദിവസത്തിലേക്ക് കടന്നു. പരീക്ഷകൾ റദ്ദാക്കിയാൽ മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിൽ ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ആവേശം ഖാദി വിൽപ്പനശാലകളിലും ദൃശ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ഖാദി ഷോറൂമുകളിലുമാണ് ദേശീയ പതാക വിൽപ്പന കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സംസ്ഥാനത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാക വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പോസ്റ്റ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ഘർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിലും ദേശീയ പതാക വിൽപ്പന കുതിച്ചുയരുകയാണ്. 3700 രൂപ വരെ വിലയുള്ള പതാകകളാണ് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും വാങ്ങുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീത വിരുന്നിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ബാൻഡ് പ്രകടനം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ നടക്കും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3-ാം ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29ആയി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദീഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 187 പോയിന്റ് ഇടിഞ്ഞ് 77,966-ലും നിഫ്റ്റി 35 പോയിന്റ് നഷ്ടത്തിൽ 24,435-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 760 രൂപ വർദ്ധിച്ച് 1,13,560 രൂപയും ഗ്രാമിന് 14,195 രൂപയുമാണ് ഇന്നത്തെ വില. ആദായ നികുതി വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇതൊരു ഓൺലൈൻ തട്ടിപ്പാണെന്നും നികുതി സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളെ മാത്രം ആശ്രയിക്കണമെന്നും PAB വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുപാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ്, പൊതുസേവന പ്രക്ഷേപണം, ഡിജിറ്റൽ മീഡിയ നിയന്ത്രണങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവരവിനിമയം കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പ്രസാർ ഭാരതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.